ക്വസ്റ്റ്യൻ കോഡ് 97/2022 ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ ഇൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് 18/10/2022 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ വിച്ച് ട്രയാങ്കിൾ ഓൾ ദി 3 ആംഗിൾസ് ആർ ലെസ് ദാൻ 90 ഡിഗ്രി ആൻഡ് അൺഈക്വൽ? ഏത് ത്രികോണത്തിലാണ് 3 കോണുകളും 90 ഡിഗ്രിയേക്കാൾ കുറവും അൺഈക്വലായിട്ട് തുല്യമല്ലാതെയും വരുന്നത്? ഓപ്ഷൻസ്: ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, സ്കേലിയൻ ട്രയാങ്കിൾ. ആൻസർ ബി, അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കോണുകളും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും, എല്ലാ കോണുകളും തുല്യമല്ലാതെയുമാണ് വരുന്നത്. എ ക്വാഡ്രിലാറ്ററൽ ഹാവിങ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലായി വരികയും ആൻഡ് പാരലായിട്ട് വരുന്നു, എന്നാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലാണ്, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വലാണ്. ഏത് ചതുർഭുജമാണ്, ഏത് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? റോംബോയിഡ് ആണ്. റോംബോയിഡിനാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും വരുന്നത്, അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വലായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആർ യൂസ്ഡ് ആസ്. കണ്ടിന്യൂസ് തിൻ ലൈൻസ് ഏത് ലൈൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് വരയ്ക്കാനാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻസ് ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂസ് തിൻ ലൈൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ ഡയമെൻഷൻ ലൈൻ വരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഔട്ട്ലൈൻ വരയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് തിക്ക് ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഡയമെൻഷൻ ലൈനാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈനായിട്ട് വരയ്ക്കുന്നത്. നാലാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദി കേസ് ഓഫ് അലൈൻഡ് സിസ്റ്റം? അലൈൻഡ് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നതിൽ ഇതിലേതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലൈൻഡ് സിസ്റ്റത്തെക്കുറിച്ച് കറക്റ്റ് അല്ലാത്തത്, തെറ്റായിട്ട് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയമെൻഷൻ വാല്യൂ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദി ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡയമെൻഷൻ വാല്യൂ എഴുതുന്നത്, ശരിയാണ്. ഡയമെൻഷൻ ക്യാൻ ബി റീഡ് ഓൺലി ഫ്രം ദി ബോട്ടം എഡ്ജ് ഓഫ് ദി ഡ്രോയിങ്. അത് തെറ്റാണ്. 4B ആണ് തെറ്റായിട്ട് വരുന്നത്. അലൈൻഡ് സിസ്റ്റത്തിൽ ബോട്ടത്തിൽ മാത്രമല്ല, ബോട്ടത്തിലൂടെ അല്ല, മാത്രമായിട്ടല്ല നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് അതിൽ കറക്റ്റായിട്ടുള്ളത്. ഡയമെൻഷൻ ക്യാൻ ബി റീഡ് ഫ്രം ബോട്ടം എഡ്ജ് ഓർ റൈറ്റ് ഹാൻഡ് എഡ്ജ് ഓഫ് ദി ഡ്രോയിങ് ഷീറ്റ്. അലൈൻഡ് സിസ്റ്റത്തിൽ നമുക്ക് ബോട്ടത്തിൽ നിന്നും വായിക്കാം, അതേപോലെ റൈറ്റ് ഹാൻഡ് എഡ്ജിൽ നിന്നും ഡയമെൻഷൻസ് റീഡ് ചെയ്യാനായിട്ട് കഴിയും. ഡി പറയുന്നത്, ഡയമെൻഷൻ ഷുഡ് ബി പ്ലേസ്ഡ് നിയർ ദി മിഡിൽ ആൻഡ് എബോവ് ബട്ട് ക്ലിയർ ഓഫ് ദി ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈന് മുകളിലായിട്ടായിരിക്കണം, നടുക്കായിട്ടായിരിക്കണം ഡയമെൻഷൻ വാല്യൂ എഴുതേണ്ടത്. അതും ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞവയിൽ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, എ റെഗുലർ പെൻറ്റഗൺ ഹാവിങ് ആൻ ആംഗിൾ ഓഫ്. ഒരു റെഗുലർ പെൻറ്റഗണിനുള്ളിൽ വരുന്ന ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഗുലർ പെൻറ്റഗൺ 5 വശങ്ങളാണുള്ളത്. അത് 5 വശങ്ങളും തുല്യമായിരിക്കും, 5 കോണുകളും തുല്യമായിരിക്കും. 108 ഡിഗ്രിയാണ്. ഇതിനു മുൻപ് നമ്മൾ ചെയ്ത ഒരു ചോദ്യപേപ്പറിലും ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലെയിൻ ഫിഗർ ബൗണ്ട് ബൈ എ കർവ് ഫോംഡ് ബൈ ദി ലോക്കസ് ഓഫ് എ പോയിന്റ് വിച്ച് മൂവ്സ് so that it is always at a fixed distance from the stationary point. ഒരു സ്റ്റേഷനറി പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള പോയിന്റുകൾ തമ്മിൽ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫിഗർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്കസ് ഓഫ് എ പോയിന്റ് വിച്ച് മൂവ്സ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് സെയിം തന്നെയാണ് വരുന്നത്. സ്റ്റേഷനറി പോയിന്റിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സർക്കിൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്കെയിൽ ഈസ് സ്യൂട്ടബിൾ ടു കൺവെർട്ട് ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്? ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിയുന്ന സ്കെയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് യൂണിറ്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്ത് വരുന്ന സ്കെയിൽ കമ്പാരിറ്റീവ് സ്കെയിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലൈൻ എ ബി 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു HP ആൻഡ് പാരലൽ ടു VP. If the line is at a first quadrant, which one of the following statement is correct?
ഒരു ലൈൻ 30° HP ഇൻക്ലൈൻഡ് ആണെന്നും പാരലൽ ടു VP ആണെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാരലൽ ടു VP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്ലെയിനിനാണോ പാരലലായിട്ട് വരുന്നത് ആ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻ ആയിരിക്കും ആക്ച്വൽ ലെങ്ത് കാണിക്കുന്നത്. ഇവിടെ VPക്ക് പാരലലായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻ അത് എലിവേഷനാണ്. എലിവേഷൻ ആക്ച്വൽ ലെങ്ത് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് തന്നെ 30° ഇൻക്ലൈൻഡ് ആൻഡ് എബോവ് XY ലൈൻ ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് എബോവ് XY ലൈനും വരുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. പാരലൽ ടു VP ആയതുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന എലിവേഷൻ ആക്ച്വൽ ലെങ്ത് ആയിരിക്കും. കൂടാതെ 30° ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത് XY ലൈനിന് മുകളിലായിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് എബോവ് XY ലൈനും ആയിരിക്കും. അടുത്ത ചോദ്യം, ദി ലെങ്ത് ഓഫ് എ ലൈൻ ഇൻ ആൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ വിൽ ബി. ഐസോമെട്രിക് പ്രൊജക്ഷനിലെ ലൈനും ആക്ച്വൽ ലെങ്തും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ലെങ്ത് 0.82 ടൈംസ് ദി ആക്ച്വൽ ലെങ്ത് ഓഫ് ലൈൻ ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ ലെങ്ത് 0.82 ടൈംസ് ദി ആക്ച്വൽ ലെങ്ത് ഓഫ് ദി ലൈൻ ആണ്. 10ാമത്തെ ചോദ്യം, വെൻ എ കോൺ ഈസ് കട്ട് ഇൻക്ലൈൻഡ് ടു ദി ആക്സിസ് ഓർ ബേസ് ഈസ് കോൾഡ്. നമ്മളൊരു കോണിനെ കട്ട് ചെയ്യുന്നു. കോണിനെ കട്ട് ചെയ്യുമ്പം അതിൻ്റെ ബാക്കി വരുന്ന പോർഷനെ നമ്മൾ ഫ്രസ്റ്റം ഓഫ് കോൺ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ചോദ്യത്തിൽ ഇൻക്ലൈൻഡ് ആണെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കോൺ കട്ട് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്, ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ വരുന്നത് ട്രങ്കേറ്റഡ് കോൺ ആണ്. ട്രങ്കേറ്റഡ് കോൺ. നെക്സ്റ്റ്, ഹൗ മെനി ലിങ്ക്സ് ആർ ഇൻ എ ഗണ്ടേഴ്സ് ചെയിൻ. ഗണ്ടേഴ്സ് ചെയിനിൽ എത്ര ലിങ്കുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗണ്ടേഴ്സ് ചെയിനിലുള്ള ലിങ്കുകളുടെ എണ്ണം 100 ലിങ്ക്സ് ആണ്. 66 ഫീറ്റും 100 ലിങ്ക്സുമാണ് ഗണ്ടേഴ്സ് ചെയിന് ഉള്ളത്. അടുത്ത ചോദ്യം, ഒരു ഹെക്ടർ ഈസ് ഈക്വൽ ടു. ഒരുപാട് പരീക്ഷകൾക്ക് ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ഹെക്ടർ എന്നുള്ളത് എത്ര സ്ക്വയർ മീറ്റർ ആണ്? ഒരു ഹെക്ടർ എന്നത് 10,000 സ്ക്വയർ മീറ്റർ ആണ്. ഒരു ഹെക്ടർ എന്നത് 10,000 സ്ക്വയർ മീറ്റർ ആണ്. 10,000 സ്ക്വയർ മീറ്റർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഫോർ എ ഹയസ്റ്റ് പ്രിസിഷൻ വർക്ക് ദി ബേസ് ലൈൻ മെഷർമെൻറ്റ് ഈസ് ഡൺ വിത്ത്. ഒരു പ്രിസിഷൻ വർക്കിന്, ഹയസ്റ്റ് പ്രിസിഷൻ വർക്കിന്, ആക്യുറസി കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വർക്കിന് ബേസ് ലൈൻ മെഷർ ചെയ്യേണ്ടത് ഏത് ടേപ്പ് ഉപയോഗിച്ച് ആയിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് പ്രിസിഷൻ വർക്കാണെങ്കിൽ നമ്മൾ ഇൻവാർ ടേപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഇൻവാർ ടേപ്പിന് എറർ വളരെ കുറവായിരിക്കും. 14ാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് ബി ദി ലിമിറ്റ് ഓഫ് ഓവറോൾ ലെങ്ത് ഓഫ് 30 മീറ്റർ ചെയിൻ. ലിമിറ്റ് ഓഫ് ഓവറോൾ ലെങ്ത് ഓഫ് 30 മീറ്റർ ചെയിൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30 മീറ്റർ ആകുമ്പോൾ ±8 mm ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫോർ ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് ചെയിൻ. ചെയിനിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കായി നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ലിങ്ക്സ് ആർ മേഡ് അപ്പ് വിത്ത് മൈൽഡ് സ്റ്റീൽ വയർ ഓഫ് 4 mm. Handles are provided with the end with a swivel joint. Links are connected together by means of 3 circular rings. None of this. ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ലിങ്കുകൾ തങ്ങളിൽ കണക്ട് ചെയ്തിട്ടുള്ള സർക്കുലാർ അല്ലെങ്കിൽ ഓവൽ റിങ്സ് ആണ്. ഈ ഒരു ഭാഗമാണ് നമുക്ക് ചെയിനിന് ഫ്ലെക്സിബിലിറ്റി നൽകുന്നത്. 16ാമത്തെ ചോദ്യം, ലൈൻ റേഞ്ചർ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൈൻ റേഞ്ചർ ഈസ് യൂസ്ഡ് വെൻ ദി ലൈൻ ഈസ് ടു ലോങ്. ലൈനിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണെങ്കിലാണ് നമ്മൾ ലൈൻ റേഞ്ചർ ഉപയോഗിക്കേണ്ടതായി വരുന്നത്. ലൈൻ റേഞ്ചർ ഈസ് യൂസ്ഡ് വെൻ ദി ലൈൻ ഈസ് ടു ലോങ്. ദി ലാറ്ററൽ മെഷർമെൻറ്റ് ടേക്കൺ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി സർവേ ലൈൻ ഈസ് കോൾഡ്. ലാറ്ററലായിട്ടുള്ള മെഷർമെൻറ്റ്സിനെ നമ്മൾ ഓഫ്സെറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകം റൈറ്റ് ആംഗിൾ ടു ദി സർവേ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓപ്ഷൻ എ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം, സർവേ വർക്ക് ഈസ് റെക്കോർഡഡ് ബൈ മെഷർമെൻറ്റ്സ് ആൻഡ് സ്കെച്ചസ് ഇൻ. സർവേ വർക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കെച്ചസ് വരയ്ക്കുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫീൽഡ് ബുക്കിലാണ്. ഫീൽഡ് ബുക്ക്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആൻഡ് ചെയിനിങ് ഫ്രീ ടൈപ്പ്. വിഷന് മാത്രം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു, എന്നാൽ ചെയിനിങ്ങിന് കുഴപ്പമില്ല.
ബിൽഡിംഗ് എന്ന് പറയുന്നത് വിഷനും ഒബ്സ്ട്രക്ഷനാണ്, അതേപോലെ തന്നെ ചെയിനിങ്ങിനും ഒബ്സ്ട്രക്ഷനാണ്. ഓപ്ഷൻ ബി റൈസിംഗ് ഗ്രൗണ്ട്, വിഷന് ഒബ്സ്ട്രക്ഷനാണ്, എന്നാൽ ചെയിനിങ്ങിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആംഗിൾ ഓഫ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഇൻ ചെയിൻ സർവേയിങ് ഈസ് ടേക്കൺ വിത്ത്. നമ്മളൊരു ചെയിൻ സർവേയിങ്ങിൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ ആംഗിൾ ഓഫ് സ്ലോപ്പ് ഏത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിനോമീറ്റർ ഉപയോഗിക്കാം, എബ്നി ലെവൽ ഉപയോഗിക്കാം, തിയോഡലൈറ്റ് ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ആംഗിൾ ഓഫ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ചെയിൻ സർവേയിൽ മെഷർ ചെയ്യാവുന്നതാണ്. 21ാമത്തെ ചോദ്യം, ഇൻ ട്രാവേഴ്സ് സർവേയിങ് ദി ഡയറക്ഷൻ ഓഫ് ലൈൻസ് ആർ മെഷേർഡ് വിത്ത്. ട്രാവേഴ്സ് സർവേയിങ്ങിൻ്റെ അകത്ത് ഡയറക്ഷൻ ഓഫ് ലൈൻസ്, ഡയറക്ഷൻ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ലൈൻ മെഷർ ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് പറയാം കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻ സിംസൺസ് റൂൾ ദി നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് മസ്റ്റ് ബി. സിംസൺസ് റൂളിൽ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് എത്രയായിരിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഓഡ് ഓർഡിനേറ്റ്സ് ആയിരിക്കണം. സിംസൺസ് റൂളിൽ ഓഡ് ഓർഡിനേറ്റ്സ് ആയിരിക്കണം. 23ാമത്തെ ചോദ്യം, ദി ഏരിയ ഓഫ് ഫിഗർ ഹാവിങ് ഇറഗുലർ ഓർ കർവ്ഡ് ബൗണ്ടറീസ് ആർ ഡിറ്റർമിൻഡ് ബൈ. ഇറഗുലർ ആയിട്ടുള്ളൊരു ഫിഗറിൻ്റെ അല്ലെങ്കിൽ കർവ്ഡ് ബൗണ്ടറി ഉള്ള ഒരു ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്ലാനിമീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്ലാനിമീറ്റർ ഉപയോഗിച്ച് ഇറഗുലർ ബൗണ്ടറി ഉള്ളതോ അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള സർഫസിൻ്റെയോ ഒക്കെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാവുന്നതാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റിക്വയർഡ് വൈൽ പ്രിപ്പയറിംഗ് സൈറ്റ് പ്ലാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. 25ാമത്തെ ചോദ്യം, ദി ആക്യുറസി ഓഫ് ദി ഹോൾ ഓഫ് ദി ഡീറ്റെയിൽസ് ഇൻ എ സർവേ വർക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്ട്രെയിറ്റ്നെസ് ആൻഡ് ആക്യുറസി ഓഫ്. അതായത് ഒരു സർവേ വർക്കിൻ്റെ ആക്യുറസി ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതിൻ്റെ ആക്യുറസി ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബേസ് ലൈൻ്റെ ആക്യുറസിയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബേസ് ലൈൻ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. ബേസ് ലൈനിൽ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ ബാക്കി എല്ലാ വർക്കിനെയും, ബാക്കി വരുന്ന വർക്കുകളെയും അത് എററായിട്ട് മാറുന്നതാണ്. ദി ലെവൽ ഡെസിഗ്നേറ്റഡ് ആസ് സെൽഫ് അലൈനിങ് ലെവൽ. ഏത് ലെവലിനെയാണ് നമ്മൾ സെൽഫ് അലൈനിങ് ലെവൽ എന്ന് വിളിക്കുന്നത്? ഓട്ടോ ലെവലിനെയാണ് നമ്മൾ സെൽഫ് അലൈനിങ് ലെവൽ എന്ന് വിളിക്കുന്നത്. ഓട്ടോ ലെവലാണ് സെൽഫ് അലൈനിങ് ലെവൽ. ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് ലെവലിംഗ് സ്റ്റാഫ്. ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 5 mm അല്ലെങ്കിൽ 0.005 മീറ്റർ ആണ്. 5 mm എന്ന് പറയാം, അല്ലെങ്കിൽ 0.005 മീറ്റർ. ദി ഇമാജിനറി ലൈൻ ജോയിനിങ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദി ക്രോസ് ഹെയർസ് ആൻഡ് ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഈസ്. ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർസും ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റീവും തമ്മിൽ വരയ്ക്കുന്ന ഇമാജിനറി ലൈനിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലൈൻ ഓഫ് കൊളിമേഷൻ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് കൊളിമേഷൻ. 29ാമത്തെ ചോദ്യം, എ ബെഞ്ച് മാർക്ക് ഈസ് എ റെഫറൻസ് പോയിന്റ് ദി വെരി ഫസ്റ്റ് സ്റ്റേഷൻ ദി ലാസ്റ്റ് സ്റ്റേഷൻ വെയർ ദി സർവേ ക്ലോസസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ ആണ്. നമുക്ക് എലിവേഷൻ അറിയാവുന്ന പോയിന്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ ഓഫ് ലെവലിംഗ് ഈസ്. ലെവലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ്, ടു ഡിറ്റർമിൻ ദി ഏരിയ, ടു ഡിറ്റർമിൻ ദി എലിവേഷൻസ് ഓഫ് ദി പോയിൻറ്റ്സ്, ടു കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് എർത്ത് വർക്ക്. ടു ഡിറ്റർമിൻ ദി എലിവേഷൻസ് ഓഫ് ദി പോയിൻറ്റ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വിച്ച് ലൈൻ ഈസ് നോർമൽ ടു ദി പ്ലംബ് ലൈൻ അറ്റ് ഓൾ പോയിൻറ്റ്സ്. പ്ലംബ് ലൈനിന് നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ പോയിൻറ്റ്സിലും പ്ലംബ് ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെവൽ ലൈനാണ്. ലെവൽ ലൈനാണ് പ്ലംബ് ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്നത്. ദി വെരി ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ഇൻ എ ലെവലിംഗ് ഓപ്പറേഷൻ ഈസ് കോൾഡ്. ലെവലിംഗ് ഓപ്പറേഷനിൽ ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ക് സൈറ്റ് ആണ്. ഫസ്റ്റ് റീഡിംഗ് ഈസ് കോൾഡ് ബാക്ക് സൈറ്റ്. ലാസ്റ്റ് റീഡിങ്ങിനെ വിളിക്കുന്ന പേര് ഫോർസൈറ്റ് എന്നും, ബാക്ക് സൈറ്റിനും ഫോർസൈറ്റിനും ഇടയിൽ വരുന്ന റീഡിങ്ങുകളെ വിളിക്കുന്ന പേര് ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്നുമാണ്. ദി ടെലിസ്കോപ്പ് ഓഫ് എ ഡംപി ലെവൽ. ടെലിസ്കോപ്പ് ഓഫ് എ ഡംപി ലെവൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡംപി ലെവലിൻ്റെ ടെലിസ്കോപ്പ് വളരെ റിജിഡായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
റിജിഡ്ലി ഫിക്സഡ് ടു ദി ലെവലിംഗ് ഹെഡ്. ലെവലിംഗ് ഹെഡിൽ റിജിഡായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. 34ാമത്തെ ചോദ്യം, ആൻ ഇൻവെർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് ഈസ് ടേക്കൺ വെൻ ദി പോയിന്റ് ഈസ്. എപ്പോഴാണ് നമ്മളൊരു ഇൻവെർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലൈൻ ഓഫ് സൈറ്റ്, ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലൈൻ ഓഫ് സൈറ്റിന് മുകളിൽ വരുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഇൻവെർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എടുക്കുന്നത്. എബോവ് ദി ലൈൻ ഓഫ് സൈറ്റ്. എ ചേഞ്ച് പോയിൻ്റ് ഈസ്. ചേഞ്ച് പോയിൻ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി വെരി ഫസ്റ്റ് സ്റ്റേഷൻ, ദി ലാസ്റ്റ് സ്റ്റേഷൻ, ദി ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ വെയർ FS ആൻഡ് BS ആർ ടേക്കൺ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ളത്. അതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷനാണ് വെയർ FS ആൻഡ് BS ആർ ടേക്കൺ. അവിടെ ഫോർസൈറ്റ് റീഡിങ്ങും എടുക്കും, ബാക്ക് സൈറ്റ് റീഡിങ്ങും എടുക്കുന്നതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻസ്ട്രുമെൻ്റൽ എറർ. ഇൻസ്ട്രുമെൻ്റൽ എറർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എറർ ഡ്യൂ ടു ഇംപെർഫെക്റ്റ് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ഇൻസ്ട്രുമെൻ്റ് എററാണ്. എറർ ഡ്യൂ ടു സ്ലഗിഷ് ബബിൾ, അതും ഇൻസ്ട്രുമെൻ്റ് എററാണ്. എറർ ഡ്യൂ ടു മൂവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് സ്ലൈഡും ഇൻസ്ട്രുമെൻ്റ് എററാണ്. എറർ ഡ്യൂ ടു സെറ്റിൽമെൻറ്റ് ഓഫ് സ്റ്റാഫ് ഇൻസ്ട്രുമെൻ്റ് എറർ അല്ല. സെറ്റിൽമെൻറ്റ് ഓഫ് സ്റ്റാഫ് എന്നുള്ളത് ഇൻസ്ട്രുമെൻ്റ് എറർ ആയിട്ട് നമുക്ക് പറയുവാൻ കഴിയില്ല. ദി അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി ഇമേജ് റിലേറ്റീവ്ലി ടു ദി ക്രോസ് ഹെയേഴ്സ്. ക്രോസ് ഹെയേഴ്സുമായിട്ട് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ്, ഇമേജിനുണ്ടാകുന്ന അപ്പാരൻറ്റ് മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ്. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഇമേജ് റിലേറ്റീവ്ലി ടു ദി ക്രോസ് ഹെയേഴ്സ് ഈസ് കോൾഡ് പാരലാക്സ്. 38ാമത്തെ ചോദ്യം, കറക്ഷൻ ഫോർ കർവേച്ചർ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1 കിലോമീറ്റർ ഈസ്. കറക്ഷൻ ഫോർ കർവേച്ചർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 0.0785 d² ആണ്. ഇവിടെ d 1 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 0.0785 മീറ്റർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്റ്റൻസ് കിലോമീറ്ററിലും അതേസമയം കറക്ഷൻ നമുക്ക് മീറ്ററിലുമാണ് കിട്ടുന്നത്. റെഡ്യൂസ് ലെവൽ ഓഫ് ദി ബെഞ്ച് മാർക്ക് ഈസ് 100 മീറ്റർ ആൻഡ് BS ഈസ് ബാക്ക് സൈറ്റ് 1.725 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ HI ഈസ് ഈക്വൽ ടു RL + BS. റെഡ്യൂസ് ലെവൽ 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബാക്ക് സൈറ്റ് 1.725. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 101.725 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ദി ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ സച്ച് ആസ് ദി എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക്. ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെയാണ്. അത് ടെമ്പററി ബെഞ്ച് മാർക്കാണ്. വളരെ ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടിയിട്ടും എൻഡ് ഓഫ് എ ഡേയ്സ് വർക്കിൽ അത്രയും കാലത്തേക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന താൽക്കാലികമായ ബെഞ്ച് മാർക്കിനെ വിളിക്കുന്ന പേരാണ് ടെമ്പററി ബെഞ്ച് മാർക്ക്. ദി ഇമാജിനറി ലൈൻ ജോയിനിങ് ദി പോയിൻറ്റ്സ് ഓഫ് സെയിം എലിവേഷൻ ഈസ് കോൾഡ്. ഒരേ എലിവേഷനുള്ള പോയിൻറ്റ്സുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ലൈൻ. 42ാമത്തെ ചോദ്യം, ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻ ഇൻഡിക്കേറ്റ്സ്. ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർ ലൈൻസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റീപ്പ് സ്ലോപ്പ്, വളരെ അധികം സ്ലോപ്പ് കൂടിയ സ്ഥലമായിട്ടാണ് അത് കാണിക്കുന്നത്. ക്ലോസ്ലി സ്പേസ്ഡ്, വളരെ അടുത്ത കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത് സ്റ്റീപ്പ് സ്ലോപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. കോണ്ടൂർ ലൈൻസ് ടു ക്രോസ് ടു ഈച്ച് അതർ ഇൻ കേസ് ഓഫ്. കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്ത് പോകുന്നത് ഏതിൻ്റെ കേസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യുന്നത് നമുക്കറിയാം ഓവർ ഹാങ്ങിങ് ക്ലിഫ് വരുമ്പോഴാണ് കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്ത് പോകുന്നത്. ദി മെത്തേഡ് യൂസ്ഡ് ഫോർ ഇൻ്റർപൊളേറ്റിംഗ് കോണ്ടൂർ പോയിൻറ്റ്സ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റ്സുകൾക്കിടയിൽ വരുന്ന കോണ്ടൂർ പോയിൻറ്റ്സിൻ്റെ ഇൻ്റർപൊളേഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഗ്രാഫിക്കൽ മെത്തേഡ് ആണ്. സ്യൂട്ടബിൾ കോണ്ടൂർ ഇൻ്റർവെൽ ഫോർ റിസർവോയർ പ്ലാനിംഗ്. റിസർവോയർ പ്ലാനിങ്ങിന് അനുയോജ്യമായ കോണ്ടൂർ ഇൻ്റർവെൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.5 to 2 മീറ്റർ ആണ്. റിസർവോയർ പ്ലാനിങ്ങിന് ഉള്ള കോണ്ടൂർ ഇൻ്റർവെൽ 0.5 to 2 മീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ്. ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ 2 സക്സസീവ് കോണ്ടൂർസ്. 2 അടുത്തടുത്ത് വരുന്ന കോണ്ടൂറുകൾ തമ്മിലുള്ള എലിവേഷനിലെ ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ കോണ്ടൂർ ഇൻ്റർവെൽ എന്നാണ് നമ്മൾ പറയുന്നത്. 47ാമത്തെ ചോദ്യം, ലൊക്കേറ്റിംഗ് പോയിൻറ്റ്സ് ഓൺ എ ഗിവൺ കോണ്ടൂർ ഗ്രേഡിയൻറ്റ് ക്യാൻ ബി ഡൺ ബൈ. നമ്മൾ കോണ്ടൂർ ഗ്രേഡിയൻറ്റ് ഉള്ള അല്ലെങ്കിൽ കോണ്ടൂർ ഗ്രേഡിയൻറ്റ് വരുന്ന ഭാഗത്തെ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിനോമീറ്റർ ആണ്. ക്ലിനോമീറ്റർ. ലൊക്കേറ്റിംഗ് പോയിൻറ്റ്സ് ഓൺ എ ഗിവൺ കോണ്ടൂർ ക്യാൻ ബി ഡൺ ബൈ ക്ലിനോമീറ്റർ. 48ാമത്തെ ചോദ്യം,
ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. കോണ്ടൂർ ലൈൻസിൻ്റെ ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ് 48ാമത്തെ ചോദ്യം. 49 എ ടി ഷേപ്ഡ് വുഡൻ റോഡ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഔട്ട് പ്രോപ്പർ ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. പ്രോപ്പർ ഗ്രേഡിയൻറ്റ് കിട്ടുന്നതിന് വേണ്ടി ടി ഷേപ്ഡ് വുഡൻ റോഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ബോണിംഗ് റോഡ്. എ ടി ഷേപ്ഡ് വുഡൻ റോഡ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഔട്ട് പ്രോപ്പർ ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. 2 പോയിൻറ്റ്സിനിടയിലുള്ള ഗ്രേഡിയൻറ്റ് കറക്റ്റായിട്ട് സെറ്റിംഗ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടി ആകൃതിയിലുള്ള തടിയെയാണ് നമ്മൾ ബോണിംഗ് റോഡെന്ന് വിളിക്കുന്നത്. ദി പ്രിസ്മോയിഡൽ ഫോർമുല ഫോർ ഫൈൻഡിങ് വോളിയം ഓഫ് എർത്ത് വർക്ക് ഈസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ ദി ഓർഡിനേറ്റ്സ് ആർ. പ്രിസ്മോയിഡൽ ഫോർമുല കൊടുക്കുന്നത് എപ്പോഴാണ്? ഓർഡിനേറ്റ്സ് ഓടായിരിക്കണം. ഈ ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ആവർത്തിച്ച് ചോദിച്ചതാണ്. ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ ഇൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ. തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ ബാക്കി 50 ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായി കാണാം. താങ്ക് യു.